അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. നമ്മൾ രാത്രിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന സമയത്തും അല്ലെങ്കിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. എന്നാൽ ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ സൂപ്പർ ടേസ്റ്റുമാണ്. അതും സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിതാ ചിക്കൻ എടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കന് നന്നായി കഴുകി അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണോട് ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര മടിയാണ്. അപ്പോൾ ആ ലൈക്ക് ബട്ടണോട് ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു അരമണിക്കൂർ സമയമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിതിപ്പോൾ രാത്രി പെട്ടെന്ന് ഉണ്ടാക്കുകയാണ്, അപ്പോൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. ഇനി ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു കടായി ചൂടാക്കി അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുക. നമുക്കിപ്പോൾ ചിക്കൻ നന്നായി വെന്ത് വരണമെന്നില്ല. നമ്മൾ ചിക്കന് ഈ കളറൊന്ന് മാറി കിട്ടണം. നല്ല ഫ്രൈ ചെയ്ത ഒരു കളറായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാൻ വിട്ടുപോകരുത്. അപ്പോൾ ഇനി ചിക്കനെല്ലാം ഒന്ന് കളറ് മാറി വരട്ടെ. അപ്പം ആ സമയം കൊണ്ട് നമുക്കിതിലോട്ടുള്ള ബാക്കി ചേരുവകൾ റെഡിയാക്കി എടുക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ 3 സവാള എടുത്തിട്ടുണ്ട്. വലിയ 3 സവാള എടുത്തിട്ടുണ്ട്. അത് ഒരു 4-5 പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വലിയ 4 തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള ഞാനൊരു നൈസായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട, 4-5 പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ഞാനതുപോലെ 4 തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തക്കാളിയും അതിലോട്ട് ഇട്ടു. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കാം. ഇനി ഞാനിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ പേസ്റ്റ് ആക്കിയത് ഉള്ളതുകൊണ്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 1 കുട വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരപ്പ് നമുക്ക് നമ്മുടെ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനെല്ലാം നന്നായിട്ട് ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഒരുപാടങ്ങ് മൊരിയിച്ചൊന്നും എടുക്കരുത്. ഈ ഒരു പാകത്തിന്, എന്നാലും ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്, എന്നാൽ ഒരുപാടങ്ങ് മൊരിഞ്ഞു പോവുകയും ചെയ്യരുത്. ഇനി നമ്മുടെ അരപ്പ് നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് ചോയറ്റിയതിന് ശേഷം ആ വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടുതൽ നല്ല കറി പോലെ നിൽക്കണം, ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ. ഞാനിപ്പോൾ ഇത് കുറുങ്ങനെയുള്ളൊരു കറിയാക്കിയിട്ട് എടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നല്ല കളറ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് നല്ല കളറുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇത് സാധാ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുണ്ടാവും. അങ്ങോട്ട് ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ. നേരത്തെ നമ്മൾ ചിക്കനൊക്കെ ഉപ്പ് ചേർത്തിട്ടാണ് മസാല തേച്ചത്. അപ്പോൾ ഇനി ഗ്രേവിയിലോട്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മളിത് ഫുൾ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാനും. ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ചിക്കൻ നന്നായി വെന്ത് വരെയും വേണം, നമ്മുടെ ഗ്രേവി എല്ലാം നന്നായി കുറുകി നല്ല പാകത്തിനായി വരെയും വേണം. ഇപ്പോൾ ഇതാ ഇവിടെ ചിക്കനെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രേവിയും നല്ല കുറുകി പാകമായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ക്യാപ്സിക്കം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു ക്യാപ്സിക്കം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ആ ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ആ ക്യാപ്സിക്കം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായി അരിഞ്ഞിട്ടുള്ള മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർത്ത് ക്യാപ്സിക്കവും മല്ലിയിലയും ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ കുക്ക് ചെയ്യരുത് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് സമയം അടച്ച് വെച്ചിട്ട് വേണം അതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്.
അപ്പം ഈ ക്യാപ്സിക്കം ഒന്ന് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒന്ന് കടിക്കുന്നുണ്ടല്ലോ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക്. അപ്പോൾ ക്യാപ്സിക്കം ഒന്ന് ചേർത്ത് ഏത് കറിയാണെങ്കിലും ക്യാപ്സിക്കം ചേർത്ത് നമ്മൾ ഓവർ കുക്ക് ചെയ്യരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. ഏത് മടി പിടിച്ചിരിക്കുന്ന സമയത്തും പെട്ടെന്നൊരു ഗസ്റ്റ് കയറി വന്നാലും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. എന്നാൽ ടേസ്റ്റ് ആണെങ്കിൽ സൂപ്പറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.